ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതെ, ശർക്കര മൈലാഞ്ചി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റി. ഈ മൈലാഞ്ചി യാതൊരു കെമിക്കൽസോ അതേപോലെ തന്നെ സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നുമില്ല. തികച്ചും നാച്ചുറലായ ഒരു മൈലാഞ്ചിയാണ് നമ്മുടെ ഈ ശർക്കര മൈലാഞ്ചി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചായപ്പൊടി വെച്ചിട്ടും ഈ മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാപ്പിപ്പൊടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഞാനെടുക്കുന്ന ആ കാപ്പിപ്പൊടിയുടെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ചായപ്പൊടി എടുത്തിട്ടും ഈ മൈലാഞ്ചി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നഖങ്ങളൊക്കെ നന്നായിട്ട് ചുവക്കാനും അതുപോലെ തന്നെ കുറേ നാൾ നമ്മുടെ കൈകളിൽ തന്നെ കിടക്കാനും ഏറ്റവും നല്ല ബെസ്റ്റ് മൈലാഞ്ചിയാണ്. അപ്പോൾ നമുക്കത് മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു ടിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് ഞാൻ മൈലാഞ്ചി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ടിന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കലം യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കലം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതായ ഏത് കലം എടുത്താലും മതി. യൂസ് ചെയ്യുന്ന കലം ഒന്ന് കഴുകാൻ ഇത്തിരി പാടാണെന്നുള്ളൂ. അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച നമ്മുടെ ടിന്നുണ്ടല്ലോ, ആ ടിന്നെടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികിലായിട്ട്, അതായത് ഈ ഉള്ളിൽ അരികിലായിട്ട് ഈ ചുറ്റുവട്ടം ഉണ്ടല്ലോ, ആ ചുറ്റുവട്ടത്ത് നമുക്ക് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നടുവിൽ സ്പേസ് വിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യേണ്ടത്. നടുവിൽ നമുക്കൊരു ഗ്ലാസ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മൾ ചുറ്റിനാണ് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് കണ്ടോ, ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ആ നടുവിലായതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും അല്ലാത്ത ഗ്ലാസ് ആണെങ്കിലും ഇത് വെച്ചെടുത്താൽ, ഉപയോഗിക്കുന്ന ഗ്ലാസ് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം കൈ എടുത്താലും മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഗ്ലാസ് ഇതുപോലെ വെക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കണം. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആവി പുറത്ത് കടക്കാത്ത രീതിയിലുള്ള പാത്രം ആയിരിക്കണം. ചെറുതായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു വശങ്ങളിലൊന്നും ആവി വരാത്ത രീതിയിൽ വേണം നമുക്ക് അത് അടച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പാത്രം അതുപോലെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഗ്യാസിന് നമ്മുടെ ഫ്ലെയിം ശരിക്കും ലോ ആക്കി വെക്കാം. നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റോളം ഇങ്ങനെ വെക്കാം. 15 മിനിറ്റ് ആയതിന് ശേഷം നമ്മുടെ ഈ വെള്ളത്തിൽ ചെറിയ ചെറിയ കുമിളകൾ കണ്ട ഈ ഒരു കുമിളകളില്ലേ, ഇതുപോലെ വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടേക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. ആ ഒരു ആവിയിൽ നമ്മുടെ വെള്ളം ഊറ്റി ആ ഗ്ലാസ്സിലേക്ക് വരും. അതിനുശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആ മുകളിലെ പാത്രം എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഉള്ളിലെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ആവിയിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെച്ച ഗ്ലാസ്സിലേക്ക് നമ്മുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ആ ഗ്ലാസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. കണ്ട ഇതുപോലെ നമുക്ക് വെള്ളം കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ട ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കയ്യിൽ നിന്ന് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നമുക്ക് കയ്യിൽ സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം നോക്കിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അത് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോഴാണ് നമ്മുടെ കൈ വിരലിലൊക്കെ നഖങ്ങളിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ കണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര മൈലാഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൈലാഞ്ചി കയ്യിൽ നഖങ്ങളിലിടുമ്പോൾ നമ്മളൊരു നൈറ്റ് മുഴുവൻ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചുവപ്പിൽ തന്നെ
മൈലാഞ്ചി നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള ചുവപ്പിൽ തന്നെ നമുക്ക് ആ ഒരു മൈലാഞ്ചി കിട്ടും. രണ്ടാം ദിവസം നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോല കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ മൈലാഞ്ചി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ നഖങ്ങളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ നഖങ്ങളിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 കൈയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കാം. അപ്പോൾ നിങ്ങൾ നൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. നന്നായിട്ട് ചുമന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് കളയുവാണ്. അപ്പോൾ ഇത് നല്ലൊരു ചുവപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ചുവപ്പാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിത് ഇതിൻ്റെ മുകളിൽ രണ്ടാമതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതാ നോക്കുക, നമുക്ക് അത്യാവശ്യം നല്ല ചുവപ്പിൽ തന്നെ ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊരു 2 തവണ ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചുവപ്പ്, നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ചുവപ്പായിരിക്കും ഇഷ്ടപ്പെടാല്ല. കുറച്ചും കൂടി നല്ല ഡാർക്ക് വരണം എന്നുള്ള ആൾക്കാർ ഒന്നും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്